ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് റെനി ബ്ലൂം എന്ന പെർഫ്യൂമാണ്. ഇത് റെനീന്റെ പെർഫ്യൂംസ് പലരും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, വീഡിയോസ് ചെയ്യുമെന്നും പറഞ്ഞിട്ട്. സോ ഞാൻ മുമ്പ് ഒരിക്കലും ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, റെനി റെഡ് നോവ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ JPG സ്കാൻഡൽ പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വെർഷൻ ആയിരുന്നു. യൂഷ്വലി റെനി പെർഫ്യൂംസ് എല്ലാം തന്നെ ഇൻസ്പയർഡ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതും ഒരു ഇൻസ്പയർഡ് പെർഫ്യൂം തന്നെയാണ്. സോ ഇത് 15 ml ആണ്. ഇത് 15 ml, പിന്നെ 8 ml, 100 ml ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇത് മിന്ത്രയെന്നോ അല്ലെങ്കിൽ ആമസോണെന്നോ അത് രണ്ടും എവിടുന്നോ ഒരു സ്ഥലത്ത് വാങ്ങിച്ചതാണ്. കുറച്ച് നാളായി കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ റെനി ഫസ്റ്റ് കളക്ട് ചെയ്ത പെർഫ്യൂം ഇതാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഐ തിങ്ക് ലാസ്റ്റ് ഇയറിൽ വാങ്ങിച്ചതാണ്. ഓക്കെ, 2022 ആണ് മെയ്ഡ്. ഇനിയിപ്പോൾ ഒരു വർഷം കൂടി എക്സ്പയറി കാണിക്കുന്നുള്ളൂ. ഓക്കെ, സോ എങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്? സോ ഇതാണ് പെർഫ്യൂം. ഓക്കെ, സോ ഇത് 15 ml ആണ്. അറ്റമൈസർ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. മേ ബി ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൻ്റെ പ്രശ്നമായിരിക്കും. അത് അത്ര ഫോഴ്സിലല്ല വരുന്നത്. ഓക്കെ, ഫ്രാഗ്രൻസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ കരോലിന ഹെരേര ഗുഡ് ഗേൾ പെർഫ്യൂമിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷനാണിത്. ഗുഡ് ഗേളുമായിട്ട് പെട്ടെന്ന് ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഗുഡ് ഗേളിൻ്റെ ഒരു ബന്ധം നമുക്കിതിൽ തോന്നും. അതായത് ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ മൊത്തത്തിലൊരു സ്വീറ്റ്നെസ് ആണ് വരിക. ഗുഡ് ഗേൾ നമുക്കറിയാം ഒരു യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരു പാർട്ടി പെർഫ്യൂമും കൂടിയാണ് കേട്ടോ. ഓഫീസിലേക്കൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടാവില്ല. ഇതിന്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് സ്വീറ്റ്നെസ് ആണ്. അതിന്റെ കൂടെ തന്നെ കുറച്ചൊരു നട്ട്സിന്റെ പോലത്തെ ഫ്രാഗ്രൻസ് ഫീൽ ചെയ്യും. പിന്നെ ഒന്ന് ഡ്രൈ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വെനില, അതേപോലെ കുറച്ചൊരു അരോമാറ്റിക് നോട്ട്സ്, കുറച്ചൊരു റോസിന്റെ ഫ്രാഗ്രൻസ്, പിന്നെ കുറച്ചൊരു ജാസ്മിൻ അങ്ങനത്തെ പോലത്തെ കുറച്ച് വൈറ്റ് ഫ്ലോറൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസുകളും അതിന്റെ കൂടെ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടോങ്ക ബീൻസും പിന്നെ വേറെ കുറച്ചൊരു കാരമലൊക്കെ പോലെ ഒരു സ്വീറ്റ്നെസ്സിലേക്കാണ് വീണ്ടും പോകുന്നത്. അതായത് മൊത്തത്തിൽ ഈ പെർഫ്യൂമിൽ സ്വീറ്റ്നെസ് ആണുള്ളത്. അതിന്റെ കൂടെ ഇടയിൽ ഇങ്ങനെ നമുക്ക് ഒരു പൂക്കളുടെ സ്മെല്ല്, അരോമാറ്റിക് നോട്ട്സും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു എന്താ പറയുക പർട്ടിക്കുലർ പെർഫ്യൂമിന്റെ ഫ്രാഗ്രൻസ് വരുന്നത്. പിന്നെ ഗുഡ് ഗേൾ പെർഫ്യൂമായിട്ട് വളരെ സിമിലർ ആയിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ ഓപ്പണിങ്ങിൽ എന്തോ ഒരു ചെറിയ വ്യത്യാസം ഇതിന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഒരു ഇഷ്ടാവുന്ന രീതിക്കുള്ള രീതിയിലല്ല നിൽക്കുന്നത്. ഗുഡ് ഗേൾ നമ്മൾ ഫസ്റ്റ് അപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ഇത് നല്ലതാണ് എന്ന് തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ചെറിയൊരു മാറ്റം ഇവിടെ ഇതിൽ വരുന്നുണ്ട്. അത് വേറൊരു ഇത്തിരി ഒരു കയ്പുള്ള പോലത്തെ ഒരു ഫ്രാഗ്രൻസ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ചില ബാച്ചുകളിൽ വരുന്ന ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അത് ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരു 5 to 10 minutes കഴിഞ്ഞാൽ അതൊക്കെ പോകുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ആ ഒരു ഗുഡ് ഗേൾ വൈപ്പിലോട്ട് തന്നെയാണ് പോകുന്നത്. സോ ഇത് യൂണിസെക്സ് ആണ്. ഒരു പാർട്ടി ഒക്കേഷൻസിലേക്ക് പറ്റിയതാണ്. ഓഫീസിലേക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ അധികം ഓവർ അപ്ലൈ ചെയ്യാതെ യൂസ് ചെയ്യുക. കാരണം അത് ഗുഡ് ഗേളിന്റെ ഫ്രാഗ്രൻസ് പറഞ്ഞാൽ കുറച്ചൊരു സ്ട്രോങ്ങർ സൈഡിൽ നിൽക്കുന്നതാണ്. നമ്മൾ ഈ അൾട്രാമെയിൽ പറയുന്ന പോലത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് അതിൽ നിന്ന് വരിക. അത് കുറച്ച് ലൗഡറാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് ഒരു 1 to 1.5 hours വരെ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഇതൊരു 3 to 4 hours വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഒരു 4 hours വരെ കിട്ടുന്നുണ്ട് ലോഞ്ചിവിറ്റി. ചില സമയങ്ങളിൽ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിലൊക്കെ 3 hours കൊണ്ട് ഇതിന്റെ ഫ്രാഗ്രൻസ് പോകുന്നുണ്ട്. ബട്ട് ചെറിയ പ്രൈസിന് അത് ഓക്കെ എന്ന് നമുക്ക് പറയാം. കാരണം ഇത് 15 ml ഇതിന് 290 അങ്ങനെ എന്തോ ഒരു പ്രൈസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും ഇതിലുള്ള പ്രൈസ് നോക്കണം. അത് 350 ആണ്. അപ്പോൾ 15 ml എനിക്ക് കിട്ടിയത് 280 or 289 അങ്ങനെ എന്തോ ഒരു പ്രൈസിനാണ് കിട്ടിയത്. കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, എന്തായാലും ആ ഒരു റേഞ്ചിൽ ഇത് ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് ചെറുത് വാങ്ങിക്കാൻ കിട്ടും. ചെറുതിന് അധികം പ്രൈസ് ഒന്നും വരുന്നില്ല. ചില സമയത്ത് നല്ല ഓഫറിൽ 120 rupees കാണാറുണ്ട് 10 ml. സോ അങ്ങനെയും ഓഫറുള്ള സമയത്ത് അങ്ങനെയും നോക്കുക. എന്തായാലും വലുത് ആദ്യം പോയിട്ട് എടുക്കരുത്. കാരണം ഈ കുട്ടികളുടെ ഫ്രാഗ്രൻസിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ചിലർക്ക് അത് ഇഷ്ടാവില്ല. നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ എത്ര ഇത് പ്ലീസിങ് ആയിട്ട് പറഞ്ഞാലും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. പക്ഷെ ചില ആളുകൾക്ക് ആ ഒരു സ്വീറ്റ്നെസ്, കുറച്ചൊരു സ്ട്രോങ്ങർ സൈഡിൽ നിൽക്കുന്ന സ്വീറ്റ്നെസ് ഇഷ്ടമാവാനുള്ള ചാൻസ് കുറവായതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെറുത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ വലുതിലേക്ക് വരിക. അത് ആദ്യം പോയിട്ട് വലുതെടുക്കരുത്. അപ്പം എന്തായാലും അതൊക്കെയാണ് റെനി ബ്ലൂം എന്ന പെർഫ്യൂമിന്റെ ഡീറ്റെയിൽസ്. ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒപ്പീനിയനിൽ നിങ്ങൾക്ക് ഗുഡ് ഗേളിന്റെ ഫ്രാഗ്രൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണത്. അത്യാവശ്യം തിരക്കിടില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.